എന്തൊരു ചൂടാല്. മനുഷ്യൻ വെറുതെ ഇരുന്ന് കഴിഞ്ഞാലും പുഴുങ്ങി പുഴുങ്ങി വേർത്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കും ഒന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ച് സമാധാനം, കുറച്ച് തണുപ്പൊക്കെ ആയേനെന്ന്. എന്നാൽ മഴ കാരണം നമുക്ക് പണി കിട്ടിയൊരു വർഷമുണ്ട്, 2018. ഇന്ന് ഞാൻ 2018 ട്രെയിലർ, ഒഫീഷ്യൽ ട്രെയിലറാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാനിപ്പോൾ പ്രീമിയർ ഇതാണ് കാണുന്നത്, 6 മണിക്കാണ് റിലീസാവുമെന്ന് പറഞ്ഞ്. അപ്പം ഞാനിങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. 1 മിനിറ്റ് 2 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് കൗണ്ട് ഡൗണിലാണ് ഞാനിപ്പോൾ പോസ് ചെയ്ത് വെച്ചേക്കും. ഇപ്പം നിങ്ങൾക്ക് സംസാരിച്ചിട്ട് പിന്നെ കാണാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം 2018 എന്ന് പറയുന്നത് വളരെ ഒരു ഇമോഷണൽ ഇയർ ആയിരുന്നു. എല്ലാവർക്കും കുറേ അധികം പ്രശ്നങ്ങളുണ്ടായിരുന്ന ഒരു ഇയർ ആയിരുന്നു. കുറേ പേരുടെ വീട് മുങ്ങിപ്പോയി, കുറേ പേർക്ക് നമുക്കറിയാം ഹെലികോപ്റ്ററിലൊക്കെ വന്നിട്ട് തന്നെ ആൾക്കാർ റെസ്ക്യൂ ചെയ്ത് പോയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രയും ദുരിത ദുരിതപരമായ ഒരു അവസ്ഥയൊക്കെയായിരുന്നു ആ സമയത്ത്. 2018 ഫ്ലഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു. ആ സംഭവം കാണിക്കുന്ന ഒരു സിനിമ, അത് നമ്മളുടെ മുമ്പിലേക്ക് ഒരു സിനിമയായിട്ട് അവതരിപ്പിക്കുകയാണ് ജൂഡ് ആൻ്റണി. നമുക്കറിയാം ഇതിൻ്റെ സ്റ്റാർ കാസ്റ്റ് ആണുള്ളത്. ടൊവിനോ തോമസ്, കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി, അപർണ ബാലമുരളി, വിനീത് ശ്രീനിവാസൻ, നരേൻ ലാൽ, ഇങ്ങനെ ഒരു വലിയൊരു സ്റ്റാർ കാസ്റ്റ് ആൻഡ് ക്രൂ ആണുള്ളത്. അപ്പോൾ എന്തായാലും സിനിമ അടിപൊളിയായിരിക്കും. അടിപൊളിൻ്റെ അപ്പുറം ഭയങ്കര ഇമോഷണൽ ആയിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ട്രെയിലർ കാണാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓക്കെ, കാണാം. കടലിൽ പോയിട്ട് ഇനി നീ അസ്ഥിരമായിട്ട് വല്ല പഠനത്തിൽ അഭിനയിക്കാൻ ഞാനില്ല. ഒത്തുപോകാൻ പറ്റില്ലെന്ന് അവള് പറഞ്ഞ സ്ഥിതിക്ക് നിന്നോട് ആ പേപ്പർ ഒപ്പിട്ട് വാങ്ങിക്കാൻ വക്കീൽ പറഞ്ഞിരിക്കുന്നത്. ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്തേക്കും കേട്ടോ. ലൈക്ക് ആസിഫ് അലി എന്തോ, എനിക്കൊന്ന് പുള്ളിക്കാരൻ്റെ ഗേൾ ഫ്രണ്ട് എന്തോ അസിസ്റ്റൻറ്റ് ആഡിൽ എന്തോ വർക്ക് ചെയ്യുന്ന ആളാന്ന് തോന്നുന്നു, അസിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ആൾക്കാർക്ക് ഓരോ ക്യാരക്ടേഴ്സ് കൊടുത്തിട്ട് ഐ തിങ്ക് ഫ്ലഡ് ആവുന്ന സമയത്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ആദ്യം ആസിഫ് അലി, രണ്ടും വിനീത് ശ്രീനിവാസൻ. ടോബിനോ, ഓ തന്നെയുണ്ടോ? ടോവിനോ അപ്പൊ ഒരു പട്ടാളക്കാരനെന്ത്, പട്ടാളത്തിന്റെ എന്തോ പറഞ്ഞില്ലേ? അതെ, ഒരു തുള്ളി വെള്ളത്തിന് പോലും ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ്. കുഞ്ചാക്കോ നീണ്ട 26 വർഷങ്ങൾക്ക് ശേഷമാണ് ഇടുക്കി ഡാമിന് തുറക്കാൻ പോകുന്നത്. ഇടുക്കി ഡാമിന്റെ ആദ്യ ഷട്ടർ ഏതാനും നിമിഷങ്ങൾക്കകം തുറക്കുമെന്ന് നമുക്ക്. ഇടുക്കി ഡാം തുറന്ന് നമുക്കെല്ലാം ഓർമ്മ, ലൈക്ക് നമ്മൾ 2018 അത്രയും ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു. അത്രയും ഹാപ്പിനെസ് ആയിട്ട്. അപ്പം ഇതൊക്കെ കാണുന്ന സമയം നമുക്ക് ഇങ്ങനെയാണ് മനസ്സിലേക്ക് വരുന്നത്. ഡാമിന്റെ ഷട്ടറുകൾ വഴി കൂടുതൽ ജലം പുറത്തേക്ക് ഒഴുകിയിരിക്കുന്നതിനാൽ മുഴുവൻ ആളുകളും ജാഗ്രത പാലിക്കണമെന്ന് അറിയിക്കുകയാണ്. ഡാം തുറക്കാൻ പോകുന്ന ലാസ്റ്റ് മൊമെന്റിൽ പറഞ്ഞാൽ ജലം എന്ത് ചെയ്യുള്ളൂ. സാധാരണയിലും അധികമായി വെള്ളം കയറിയ സാഹചര്യത്തിലാണ് നമ്മൾ കാണുന്നത്. കേരളം മുഴുവൻ മഴയിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ദൈവമേ, ഇതിൻ്റെ അകത്ത് ഒറിജിനൽ ഫുട്ടേജസ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ജസ്റ്റ് കണ്ടപ്പോൾ ആ സമയത്ത് നടത്തിയ ആക്ച്വലി ഒറിജിനൽ ഫുട്ടേജ് പോലെയുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് അന്നൊക്കെ ന്യൂസ് കാണുന്ന സമയത്തൊക്കെ കണ്ണ് നിറയാറുണ്ടായിരുന്നു. കാരണം നമ്മൾക്കൊന്നും പറ്റിയില്ലെന്ന് ആലോചിക്കല്ല വേണ്ടത്, വേറെ ആൾക്കാർക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ അവർ അണ്ടർഗോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക്, എൻ്റെ ഫാമിലി അടക്കം ഒത്തിരി അധികം പ്രാർത്ഥിക്കുകയും ഒന്നും സംഭവിക്കില്ലേന്ന് ഒത്തിരി അധികം നമുക്കറിയാവുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ അനുഭവിച്ചപ്പോൾ നമുക്ക് അറിഞ്ഞു തോന്നുമായിരുന്നു. അൺബിലീവബിൾ സ്റ്റോറി ഓഫ്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം, മഴയൊന്ന് പെയ്യാൻ വേണ്ടി നമ്മൾ ചില സമയത്തൊക്കെ ആഗ്രഹിക്കും ഒന്ന് പെയ്യണേന്ന്. ഇതിനകത്ത് പറയുന്ന സെയിം ഡയലോഗ്, ഇത് ഇനി ഒന്ന് നിന്നാ മതിയെന്ന്. കാരണം അത്രയും വേഴ്സ് സിറ്റുവേഷൻ ആയിരുന്നു. സർവൈവൽ, കറേജ്, ഹ്യൂമാനിറ്റി, ഹോപ്പ്, എല്ലാം ഇൻസ്പിറേഷൻ ട്രൂലി. ബിക്കോസ് ഈ ഇവൻ്റ് നടന്ന ഈ ത്രൂ ഔട്ട് ആ ഫ്ലഡ് നടക്കുന്ന സമയത്ത് നമ്മുടെ ഫുൾ കേരളം മൊത്തം ഒരുമിച്ചായിരുന്നു. എൻ്റെ എല്ലാവരും, എനിക്ക് സ്റ്റിൽ ഓർമ്മയുണ്ട്, ഞാൻ ബാംഗ്ലൂർ ആയിരിക്കുന്ന സമയത്താണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഞാൻ ബാംഗ്ലൂരുള്ള സമയത്ത് തന്നെ നമ്മളെല്ലാവരും നമ്മുടെ അടുത്തൊരു പള്ളിക്ക് ഇവിടേക്ക് വേണ്ടിയിട്ടുള്ള റെസ്ക്യൂ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ്, എല്ലാ രീതിയിലുള്ള തുണികൾ എല്ലാം പ്രൊവൈഡ് ചെയ്തത്. അതിന് ഞാനൊക്കെ പാക്കിങ്ങിന് പോയിട്ടുണ്ട്, പാക്ക് ചെയ്ത് അയച്ചു വിടാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ.
എനിക്കിപ്പോൾ അതാ എനിക്ക് ക്ലോസ് ടു മൈ ഹാർട്ടാണ് ഈ സിനിമ എന്ന് പറയുന്നത്. എന്തായാലും ആയിരിക്കും, എൻ്റെ മാത്രമല്ല പലവരുടെയും. 2018 everyone is a hero. In cinemas May 5th. May 5th ഇറങ്ങും ഗൈസ്. May 5th ഇറങ്ങും. ഞാൻ ആ സമയത്ത് ഇവിടെ ഉണ്ടാവില്ല. ബാംഗ്ലൂർ ഇറങ്ങണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ബിക്കോസ് ഞാൻ ഭയങ്കര ഇപ്പം ഈ ട്രെയിലർ കണ്ടതിന് ശേഷം തന്നെ നമുക്ക് മാസ് ബ്ലോക്ക് ബസ്റ്റർ എന്നല്ല പറയാൻ തോന്നുന്നത്. ഭയങ്കര ഇമോഷണലാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മൾ ഇതിൻ്റെ അകത്ത് കണ്ട സീൻ ഒക്കെ ശരിക്കും നടന്നതിൻ്റെ ഒരു 50% മാത്രമേ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടാവുള്ളൂ ചിലപ്പം. ബിക്കോസ് ശരിക്കും നടന്നതിൽ നമുക്കറിയാം ഇതിൻ്റെ അകത്ത് അഭിനയിച്ച ടോവിനോ തോമസ് ഒക്കെ ആ സമയത്ത് ഭയങ്കരമായിട്ടും പുറത്തിറങ്ങി ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട് ആ സമയത്ത് അല്ലേ. അപ്പോഴത്തേക്കും ഒത്തിരി അധികം ആൾക്കാർ സഫർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്ലഡ് കാരണം. പക്ഷെ എന്നാലും ഫ്ലഡ് നടന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് നിന്ന് ആൾക്കാരെ രക്ഷിക്കുക. സ്വന്തം സെൽഫിഷായി നിൽക്കുന്നതിന് പകരം ബാക്കി ആൾക്കാരെയും കൂടെ രക്ഷിക്കണം. എല്ലാവരും ഒന്നിച്ച് വേണം ഇത് അതിർ കടക്കുക എന്താ നമ്മൾ പറയുക, ഓവർകം ചെയ്ത് മുന്നോട്ട് വരണം എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അങ്ങനെ അത് സിനിമയാക്കി താങ്ക്സ് ടു ജൂഡ് ആൻ്റണി സോ മച്ച്. താങ്ക് യു സോ മച്ച്. ബിക്കോസ് ഇതൊരു വികാരമാണ്. ഇത് എപ്പോഴും ഈ സിനിമ കിടക്കും നമ്മുടെ മനസ്സിൽ. നമ്മുടെ പിള്ളേരുടെ ജനറേഷൻ വന്നു കഴിഞ്ഞാലും അവർക്ക് നമുക്ക് കാണിക്കാം ഇത്രയും ഒരു വലിയ ക്രൈസിസ് നമ്മൾ കടന്നു വന്നതാണ് ഈ കേരളത്തിലെ ആൾക്കാർ. 2018 ഫ്ലഡ് അടിപൊളിയായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്തു. നമ്മൾ സർവൈവ് ചെയ്തവരാണെന്ന് നമുക്ക് ശക്തപരമായിട്ട് പറയാൻ പറ്റും. എന്തായാലും നിങ്ങൾ എല്ലാവരും ട്രെയിലർ പോയി കാണൂ. എല്ലാവർക്കും ഇമോഷണൽ ആയിട്ടുള്ള മൊമെൻ്റ് ആയിരിക്കും ഫോർ ഷുവർ. എന്തായാലും എനിക്ക് കുറച്ച് ഇമോഷണലായി. എനിക്ക് ഈ ട്രെയിലർ കാണുന്ന സമയത്ത് എന്തൊക്കെയൊക്കെയോ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ പോയി ഒന്നുകൂടെ ട്രെയിലർ ഒന്ന് കാണാമെന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ പേരൻസിനെ ഒന്ന് പോയി കാണിച്ചു നോക്കട്ടെ. എന്തായാലും ഗോ വാച്ച് ദ ട്രെയിലർ ഗൈസ്. ബൈ.